Okay, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബേസിക് ഷേപ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് കോമ്പോസിറ്റ് ഷേപ്സ്. സോ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സ് ഉണ്ട് ബേസിക് ഷേപ്സിൻ്റെ. സോ അതും ദെൻ രണ്ട് കോമ്പോസിറ്റ് ഡിഫറെൻറ്റ് ഷേപ്സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ്, അത് രണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ദെൻ റെക്ടാങ്കിളിന്റെ സെക്ഷനിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡെറൈവ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡെറിവേഷൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നേരെ അതിന്റെ റിസൾട്ടിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ഷേപ്സ് ഉണ്ട്, ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡെറിവേഷൻ ഫൈനൽ റിസൾട്ട്സ് നമ്മൾ കാണാണ്ട് പഠിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട റിസൾട്ട്സ് ബേസിക് ഷേപ്സ് ഇതൊക്കെയാണ്. ഒന്ന് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ ഡെറിവേഷൻ നമ്മൾ ചെയ്തതാണ്. എബൌട്ട് എക്സ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ്. ഈ ആക്സിസ് എബൌട്ട് എക്സ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ്. എബൌട്ട് വൈ വൈ ആക്സിസ് സെൻട്രോയിഡൽ എക്സസ് ആക്സിസ് സെൻട്രോയിഡൽ വൈ ആക്സിസ് ആണ് പറയുന്നത്, ഡി ബി ക്യൂ ബൈ 12 ആണ്. എബൌട്ട് ബേസ് ആണെന്നുണ്ടെങ്കിൽ ബി ഡി ക്യൂ ബൈ 3 ആണ്. സോ ഇത് മൂന്ന് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട റിസൾട്ട്സ് ആണ്. നമുക്ക് മിക്കവാറും പ്രോബ്ലംസിൽ ചോദിക്കാറുള്ളതാണ്. ദെൻ ട്രയാങ്കിളിന്റെ ആണ്. നമുക്ക് ഒരു ഇംപ്രോപ്പർ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ അബൌട്ട് എക്സ് എക്സ് ആക്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം, ബി ബൈ 3 എസ് ബൈ 3 അറിയാം. ഓക്കെ, അബൌട്ട് എക്സ് എക്സ് സെൻട്രോയിഡൽ എക്സസ് ആക്സ് ആണെന്നുണ്ടെങ്കിൽ ബി എച്ച് ക്യൂ ബൈ 36 ആണ്. അബൌട്ട് ബേസ് ആണെന്നുണ്ടെങ്കിൽ ബി എച്ച് ക്യൂ ബൈ 12 ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സെയിം ആണ്, ബി എച്ച് ക്യൂ ബൈ 36, ബി എച്ച് ക്യൂ ബൈ 12. അപ്പോൾ ഈ രണ്ട് റിസൾട്ട് എന്തായാലും നമ്മൾ പഠിക്കേണ്ടതാണ്. ദെൻ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ, അതാണെന്നുണ്ടെങ്കിൽ ബി എച്ച് ക്യൂ ബൈ 4 ആണ്. അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും രണ്ടെണ്ണം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ജോമെട്രിക് സെന്റർ തന്നെയാണ് നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ എക്സ് എക്സും ഐ ജി എക്സ് എക്സും ഐ ജി വൈ വൈ എന്ന് പറയുന്നത് സെയിം ആണ്, 5d⁴/64. അപ്പോൾ ഈ റിസൾട്ട് എന്തായാലും കാണാണ്ട് പഠിക്കണം, നമുക്ക് ആവശ്യം വരുന്നതാണ് 5d⁴/64. ദെൻ സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആകുമ്പോൾ നമുക്ക് ഓക്കെ സെൻട്രോയിഡൊക്കെ അറിയാം, 4r/3π. സോ ഇതിന്റെ എബൌട്ട് സെൻട്രോയിഡൽ എക്സ് എക്സ് ആക്സ്, അപ്പോൾ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന എക്സിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് സെൻട്രോയിഡൽ എക്സസ് ആക്സിസ് ആണെങ്കിൽ 0.11 into r⁴. ഓക്കെ, സോ 0.11 into r⁴ ആ ഇക്വേഷൻ പഠിക്കണം. ദെൻ എബൌട്ട് ഇതിന്റെ ബേസ് എ ബി ആണെന്നുണ്ടെങ്കിൽ πr⁴/8. ഓക്കെ, πr⁴/8 അത് തന്നെയാണ് എബൌട്ട് സെൻട്രോയിഡൽ വൈ ആക്സിസും. രണ്ടും സെയിം ആണ്, ബേസും വൈയും സെയിം ആണ്, πr⁴/8 അല്ലെങ്കിൽ 5d⁴/128. സോ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാൻ വിട്ടുപോകരുത്. ദെൻ പിന്നെ വരുന്നത് നമുക്ക് ഓക്കെ ക്വാഡ്രന്റ് ആണ്. ക്വാഡ്രന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ, ക്വാഡ്രന്റ് ഓഫ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4r/3π ആണെന്നറിയാം, എക്സ് എക്സും വൈ വൈ ആക്സിസ് ഒക്കെ. അപ്പോൾ അതിന്റെ രണ്ടിനും സെയിം ആണ്, വൈ വൈയും സെയിം ആണ്. അപ്പോൾ ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. IYY = X = 0.055 r⁴. അത്രയും മതി, 0.055 r⁴. അബൌട്ട് എ ബി ആണെന്നുണ്ടെങ്കിൽ πr⁴/16. അപ്പോൾ ഈ ബേസിനെ വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെന്നുണ്ടെങ്കിൽ πr⁴/16. സോ ഇത് എന്തായാലും കാണാതെ പഠിക്കുക. ഇത്രയും റിസൾട്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിമ്പിൾ ഫിഗറിന്റെ ഒന്നും മൊമെന്റ് ഓഫ് ഇനേഷ്യ യൂണിവേഴ്സിറ്റി ചോദിക്കില്ല, അവരെപ്പോഴും ഒരു കോമ്പോസിറ്റ് ഫിഗറിന്റെ ചോദിക്കുള്ളൂ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ട് കോമ്പോസിറ്റ് ഫിഗറിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നമുക്കപ്പോൾ അത് എങ്ങനെ ചെയ്താൽ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഓക്കെ ഫൈൻ, നമുക്കൊരു കോമ്പോസിറ്റ് ഏരിയ കിട്ടി. അപ്പോൾ ഇതൊരു ഐസെക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് സെൻട്രോയിഡ് എങ്ങനെയാണോ ചെയ്തത്, നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചെയ്യുമ്പോൾ എങ്ങനെയാണോ സെൻട്രോയിഡ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്യണം, ഇൻഡിവിജ്വൽ ഫിഗറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സെൻട്രോയിഡ് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ സെൻട്രോയിഡ് എന്താണോ സെൻട്രോയിഡിൽ ചെയ്തത് അതുപോലെ തന്നെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഇൻഡിവിജ്വൽ സെക്ഷൻസ് അബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ്. നമുക്കിവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് ഒരു ഐസെക്ഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിന്റെ സെന്ററോഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇനി ഓരോ ഇൻഡിവിജ്വൽ ഫിഗറിന്റെയും സെന്ററോഡ് അബൌട്ട് ഇറ്റ് സെന്ററോഡൽ ആക്സിസ്. സോ ഇതിന്റെ ഐ ജി എക്സസ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ബി ഡി ക്യൂ ബൈ 12. വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഡി ബി ക്യൂ ബൈ 12. അപ്പൊ ഇതിന്റെ ബി എന്ന് പറയുന്നത് 250 ആണ്, ഡി എന്ന് പറയുന്നത് 38 ആണ്. സോ അങ്ങനെ 1ന്റെ കാണുക, ദെൻ 2ന്റെ കാണുക, ദെൻ 3ന്റെ കാണുക. അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഈച്ച് ഏരിയ. ഇപ്പൊ നമ്മൾ കണ്ടത് അബൌട്ട് അതിന്റെ സെൻട്രോഡൽ ആക്സിസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റിക്വയർഡ് ആക്സിസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മിക്കവാറും കാൽക്കുലേറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ കോമ്പോസിറ്റ് ഏരിയ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് എന്നായിരിക്കും. അതായത് ഈ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ ചെയ്ത എന്താണ്? ഇൻഡിവിജ്വൽ ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസിന് ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പൊ നമ്മൾ ഇനി ഇത് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇതാണ്. നമ്മളുടെ ടോട്ടൽ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, അപ്പൊ നമുക്കറിയാം പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ അറിയാം. നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട്, ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്, ഐ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അബൌട്ട് ദ റെഫറൻസ് ആക്സിസ്, എ ബി ആണ് റെഫറൻസ് ആക്സിസ്. അപ്പോൾ ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഓക്കെ, എച്ച് സ്ക്വയർ എന്നായിരുന്നു അതിന്റെ ഇക്വേഷൻ. സോ ഐ ജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എല്ലാത്തിന്റെ ഇൻഡിവിജ്വൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഏരിയ. അപ്പോൾ ദെൻ എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസും ഇതിന്റെ നമ്മുടെ കോമ്പോസിറ്റ് ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസും ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ. അപ്പൊ ഓരോന്നും ചെയ്യാം. നമുക്ക് 3 ഫിഗർ ഉണ്ടെങ്കിൽ 3 കിട്ടും. ഐ ജി x(x1) എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇത് കിട്ടും. ദെൻ ഐ ജി x(2) എന്ന് പറയുന്നത് കിട്ടും. ഐ ജി x(3) എന്ന് പറയുന്നത് കിട്ടും. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ ആഡ് ചെയ്യേണ്ട ഫിഗർ ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യേണ്ട ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ 2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ, ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആൻ അൺഈക്വൽ അയൺ സെക്ഷൻ 250 mm into 20 mm about its centroidal axis. ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അയൺ സെക്ഷൻ കണ്ട് ഡൗട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, ഫിഗർ തന്നിട്ടുണ്ട്. സോ ഈ ഫിഗറിന്റെ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചിലപ്പോൾ അബൌട്ട് ഇറ്റ്സ് ബേസ് എന്നൊക്കെ പറഞ്ഞു തരും. ഇതിനകത്ത് തന്നിരിക്കുന്നത് അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ നേരെ ആൻസറിട്ട് പോവാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കറിയാം കിട്ടുന്ന ഫിഗറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, ഇൻഡിവിജ്വൽ ഫിഗറുകളാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1 ഉം 2 എന്നും പറഞ്ഞ് 2 ഫിഗറുകളാക്കിയിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ നേരെ ചെയ്യേണ്ടത് എന്താണ്? ഫിഗറിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ ഒരു 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് വരെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടും. മേ ബി 5 മാർക്ക്. അപ്പോൾ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടത് വളരെ കുറവായിരുന്നു, 2 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ സെൻട്രോയിഡ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ സെൻട്രോയിഡ് കാണുക. സെൻട്രോയിഡ് എങ്ങനെയാണോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. സോ നമുക്ക് x1, x2, y1, y2, a1, a2 എല്ലാം കാണാം. ഓക്കെ, ദെൻ നമ്മളുടെ ഇക്വേഷൻസ് എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ a1 x1 plus a2 x2 by a1 plus a2. നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും 28.49 എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ 28.49 ആണ്. ഓക്കെ, ദെൻ y ബാർ കാണാം. നമുക്ക് y ബാർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? a1 y1 plus a2 y2 divided by a1 plus a2. സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. സെൻട്രോയിഡ് കാണാനായിട്ട് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ എക്സ് ബാറും വൈ ബാറും കാണാം. എക്സ് ബാറും വൈ ബാറും കണ്ടതിന് ശേഷമാണ് നമ്മുടെ പുതിയ മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരില്ല. സോ ഇതിന്റെ നമ്മൾ എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിട്ട് പോവാണ്. സോ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് കിട്ടി. സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ഡിസ്റ്റൻസ് എക്സിന് ഇത്ര ഡിസ്റ്റൻസ്, എക്സ് ആക്സിന് ഇത്ര ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിന് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഫിഗറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇത് നിങ്ങൾ കാണിക്കണ്ട, ജസ്റ്റ് പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനി സെൻട്രോയിഡ് കിട്ടി. ഇനി ഓരോ ഇൻഡിവിജ്വൽ ഏരിയയുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫിഗർ 1ന്റെ ഫിഗറിന്റെ അബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്.
IG(x) is equal to BDQ by 12. അപ്പോൾ ബിയും ഡിയും ഈ ഫസ്റ്റ് ഫിഗറിന്റെ ആയിരിക്കണം. ഓക്കെ, BDQ by 12 ബ്രെഡ്ത്ത് 125 ആണ്, ഡെപ്ത് 20 ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസറുകൾ മിക്കവാറും കുറച്ച് വലിയ വാല്യൂ ആയിരിക്കും. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മാറിപ്പോയത് ഡിജിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സെക്കൻഡ് നമ്മൾ കാണുക. സെക്കൻഡ് ഫിഗറിന്റെ എന്താണ്? ഓക്കെ, IG(2XX) അതായത് സെക്കൻഡ് ഫിഗറിന്റെ എബോർഡ്, ഇതിന്റെ സെൻട്രോയിഡ് ഇതാണ്, എബോർഡ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് BDQ by 12 തന്നെ, ചേഞ്ച് ഒന്നുമില്ല, എക്സ് ആക്സിസ് ആണ്. സോ ബിയും ഡിയും മാറും, അത് മാറിപ്പോകരുത്, ബിയും ഡിയും മാറും, ബിക്കോസ് സെക്കൻഡ് ഫിഗറിന്റെ ബ്രെഡ്ത്തിനും ഡെപ്തിനും ചേഞ്ച് ഉണ്ട് ഫസ്റ്റ് ഫിഗറിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് കാണുക. ദെൻ പിന്നെ വരുന്നതാണ് നമ്മളുടെ ഇനി നമ്മൾ നേരെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഫിഗറിന്റെ എബോർഡ് സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി, സെക്കൻഡിന്റെയും കിട്ടി. സോ നമുക്ക് ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ളുണ്ട്, ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ളുണ്ട്. നമ്മൾ ഇനി നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ സെൻട്രോയിഡൽ ആക്സിസ്. സോ നമ്മൾ ഇതിൽ നിന്ന് ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാണ്. അപ്പോൾ IG(1XX) + A1x² പ്ലസ് ഇത് ടോട്ടൽ നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഇങ്ങനെ സമ്മേഷൻ ആണ്. ബിക്കോസ് ഈ ഒരു ഫിഗർ ആഡ് ചെയ്യുന്ന ഫിഗർ ആണ്, സബ്ട്രാക്ടിങ് ഫിഗർ അല്ല. ഓക്കെ, സോ അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് അറിയാനുള്ളത് ഈ H1ഉം H2 നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. A1 A2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, IG(1XX) ഉം IG(2XX) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ H1 എന്ന് പറയുന്നത്? എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ പാരലൽ ആക്സിസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് റെഫറൻസ് ആക്സിസും നമ്മളുടെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസും നമ്മളുടെ ഡിസ്റ്റൻസ്, അതാണ് H. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, y ബാർ, അതായത് ഇത് y ബാർ ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് y ബാർ ആണ്. സോ നമുക്ക് y ബാറും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇവിടെ കാണുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y1 ആണ്. ഓക്കെ, ഇത് y1 ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി y ബാർ. അപ്പോൾ y ബാറും y1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ H1 എന്ന് പറയുന്നത്. ഓക്കെ, H1 എന്ന് പറയുന്നത് y ബാർ മൈനസ് y1 ആണ്. സോ ഈ വാല്യൂ എന്തായാലും നമ്മളെ സ്ക്വയർ ചെയ്യാനുള്ളതാണ്. H എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും എങ്ങനെ പഠിക്കുക, ഈ XX കാണുമ്പോൾ, മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് XX കാണുമ്പോൾ H എന്ന് പറയുന്നത് y ബാർ മൈനസ് y1 അല്ലെങ്കിൽ y ബാർ മൈനസ് y2 അല്ലെങ്കിൽ y ബാർ മൈനസ് y3 ആണ്. അപ്പോൾ അത് ഇവൻ ഒരു നെഗറ്റീവ് നമ്പർ വന്നാലും നമ്മൾ അതിന്റെ മോഡുലസ് ആണ്, കാരണം ഇത് സ്ക്വയർ ചെയ്യാനുള്ള ഇതാണ്. അതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഫിഗറിന്റെ കാണുമ്പോൾ, നമുക്ക് H2 കാണുമ്പോൾ H2ന്റെ ഇതെന്ന് പറയുന്നത്, ഓക്കെ, നമ്മളുടെ y2 എന്ന് പറയുന്നത് എവിടം വരെയാണ്? അപ്പോൾ എക്സ് ആക്സിന്റെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ y2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മുടെ y ബാർ y2നേക്കാളും കുറവാണ്. അപ്പൊ ഞാൻ y ബാർ മൈനസ് y2 എടുത്തിരിക്കുന്നത് -44 എന്നല്ല, 44 എന്ന് എടുത്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് മോഡുലസ് വാല്യൂ മതി, നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യാൻ പോകാനുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. ഈ H1 തെറ്റിക്കരുത്, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡിന്റെ റെഫറൻസ് ആക്സിസും റെഫറൻസ് സെൻട്രോയിഡൽ കോമ്പോസിറ്റ് ഫിഗറിന്റെ ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊന്നുമില്ല, ഈ ഇക്വേഷന്റെ നേരെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A² രണ്ടും ഞാൻ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നതാണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്ന എത്രയാണെന്ന് നോക്കാം. സോ ഫൈനൽ ആൻസർ കുറച്ച് വലിയ വാല്യൂ ആണ് വരുന്നത്, ബിക്കോസ് നമ്മുടെ ലെങ്ത് ഒക്കെ 125 അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുന്നൊരു കേസിൽ ഇതിനെ നമ്മളൊരു 2 ഡിജിറ്റിൽ വെച്ചിട്ട് ലൈക്ക് 45.66 ബാക്കിയുള്ളതിനെ നമ്മളുടെ 10⁻⁴ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, 45 അവിടെ ഉണ്ട്, 45 ദെൻ 6, ഓക്കെ 6 7 ഇടുക. ബാക്കി എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ 6 പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇതിനെ 10⁻⁶ എക്സ്പ്രസ് ചെയ്യാം. യൂണിറ്റ് മാറിപ്പോരുത്, mm⁴ ആണ്. ബിക്കോസ് ഈ ക്വസ്റ്റനിലെല്ലാം mm ആണ്. mm ആയതുകൊണ്ട് mm⁴ ആണ്. ചിലപ്പോൾ സെന്റിമീറ്റർ തരും, അപ്പോൾ cm⁴ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ അബൌട്ട് XX സെൻട്രോയിഡൽ ആക്സിസ് കണ്ടിട്ടുള്ളൂ.
ചില ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഗിവൺ സെക്ഷൻ എബൌട്ട് ഇറ്റ്സ് എക്സ് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇവിടെ നിർത്താം. നമ്മൾ വീണ്ടും ചെയ്ത് സമയം കളയണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ ഒരു 2 തവണ വായിച്ചു നോക്കിയിട്ട് ചെയ്തു തുടങ്ങാവുള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. നമുക്ക് വൈ ആക്സിസ് കൂടെ ചെയ്യണം. സോ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. സോ അതിനകത്ത് IG YY ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഫിഗറുകളുടെ സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ dB/12 എന്നാവും. അപ്പോൾ ഡെപ്ത് ഇതാവും, ബ്രെഡ്ത്ത് ഇതാവും. അതിനകത്ത് അത് ശ്രദ്ധിക്കണം, അവിടെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഫിഗറിന്റെയും കാണുക d2/12. ദെൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സെയിം ഇക്വേഷൻ തന്നെ. അപ്പൊ ഇതിനകത്തും എച്ചിൽ ഒരു ചേഞ്ച് വരും. ബിക്കോസ് ഇവിടുത്തെ എച്ചിലെ ചേഞ്ച് വരുന്ന എന്താന്ന് പറഞ്ഞുതരാം. സോ നമ്മളുടെ ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇതിനകത്ത് H1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ടോട്ടൽ ഫിഗറിന്റെ വൈ ആക്സിസ്. അപ്പോൾ ഈ വൈ ആക്സിസിനെ ബേസ്, ആദ്യം നമ്മൾ ചെയ്തത് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ അറിയാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ, അപ്പോൾ 1ന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ചെയ്തേക്കുന്നത് dB/12 ഈ ആക്സിസ് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിനെ വെച്ചിട്ടാണ്. അപ്പൊ രണ്ടാമതും ചെയ്തിരിക്കുന്നത് ഈ ആക്സിസിന് പാരലൽ ആയിട്ട് വെച്ചിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മുടെ പാരലൽ ആക്സിസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ H1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ H2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓക്കെ. ഇപ്പൊ ഇവിടെ X ബാർ ചെറുതാണ്, X1 വലുതാണ്. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ അറിയാം X1 എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളൂ, X2 എന്ന് പറയുന്നത് നമ്മളെ ഓക്കെ X ബാർ എന്ന് പറയുന്നത് ഈ Y ആക്സിസ് മുതൽ ഇവിടെ വരെ ഉള്ളൂ. X1 എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ X1 കൂടുതലാണ്, നോക്കണ്ട. നമുക്ക് വേണ്ടത് സ്ക്വയർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. അവിടെ ഡൗട്ട് ഒന്നും അടിക്കേണ്ട. ഇത് നെഗറ്റീവ് വാല്യൂ അല്ല പോസിറ്റീവ് എടുത്താൽ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പ്രോബ്ലം അല്ലല്ലോ, നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ. സോ H1ഉം H2ഉം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡൗട്ട് വരരുത്. നമ്മളുടെ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കാണുമ്പോൾ നമ്മൾ y ബാർ മൈനസ് y1, y ബാർ മൈനസ് y2, y ബാർ മൈനസ് y3 അങ്ങനെ പോവാം. അബൌട്ട് വൈ ആക്സിസ് കാണുമ്പോൾ x ബാർ മൈനസ് x1, x ബാർ മൈനസ് x2 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇവിടെ IG11ഉം സോറി ഇത് ആക്ച്വലി IG2 YY ആയിരുന്നു, എനിക്ക് മാറിപ്പോയതാണ്. സോ ഈ ഇതെന്ന് പറയുന്നത് IG2 YY ആണ്. ഓക്കെ, മാറിപ്പോയതാണ്. IG11/IG2YY. ഓക്കെ ഫൈൻ. സോ ഇവിടെ മാറിപ്പോയതാണ്. ദിസ് ഈസ് ആക്ച്വലി IGYY ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ആൻസർ ഉണ്ട്. ഓക്കെ, ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയ വാല്യൂ ആവുന്നു. അപ്പോൾ 78.72 into 10⁵ mm⁴. സോ അതിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേ ഉള്ളൂ. ഇതാണ് ടോട്ടൽ ആൻസർ. ഇതൊരു 40 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ വരിക. സോ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പോവാണ്. Determine the centroid, determine the moment of inertia of the T section showing figure about centroidal axis. ഒരു T സെക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ടോട്ടൽ നമുക്ക് XXും കാണണം, YYയും കാണണം, രണ്ടും കാണണം. അപ്പോൾ അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നമ്മൾ ആൻസർ ആയിട്ട് പോവാണ്. നേരെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഇൻഡിവിജ്വൽ ഫിഗറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് എന്തായാലും കണ്ടുപിടിക്കണം, എന്നൊരു ഡൗട്ടും വേണ്ട. സെൻട്രോയിഡ് കാണാം. ഇപ്പോൾ ഈ ഫിഗർ T സെക്ഷൻ ആണ്, ഫിഗർ സിമെട്രിക് ടു Y ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ X1 X ബാർ 0 എന്ന് ഡയറക്റ്റ് എഴുതാം. ഞാൻ പിന്നെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ Y ബാർ മാത്രം കണ്ടാൽ മതി. X ബാർ 0 ആണ്, ഫിഗർ സിമെട്രിക് ടു അബൌട്ട് Y ആക്സിസ്. സോ Y ബാർ നമുക്ക് 76.67 കിട്ടി. ഇനിയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഫിഗറിൽ വെറുതെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. G1 G2 എവിടെയാണെന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ IG1XX കാണുക ഫസ്റ്റ് ഫിഗറിന്റെ, അതായത് നമ്മളുടെ ഈ റെക്ടാങ്കിളിന്റെ നേരെ IG1XX എന്ന് പറയുന്നത് BD3/12 ആണ്. സെക്കൻഡ് ഫിഗറിന്റെ കാണുക. സെക്കൻഡ് ഫിഗറിന്റെ ബ്രെഡ്ത്ത് ഇത്, ഡെപ്ത് ഇത് നേരെ കാണുക. ദെൻ ഫൈനൽ ഇക്വേഷൻ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നതാണ്. IG1XX എന്ന് പറയുന്നത് A1H1² പ്ലസ് ഓക്കെ. ദെൻ H1ഉം H2ഉം ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് H1 H2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. Y ബാർ മൈനസ് XX കാണുമ്പോൾ Y ബാർ മൈനസ് Y1, Y ബാർ മൈനസ് Y2 അങ്ങനെ പോവുക. ഓക്കെ,
സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത് y ബാർ മൈനസ് y1. സോ നമുക്ക് 26.67 കിട്ടി ഫസ്റ്റ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ, ഓക്കെ, ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ y1 എന്ന് പറയുന്നത്. y2 എന്ന് പറയുന്നത് ഏതാണ്? y2 എന്ന് പറയുന്നത്, സോറി, h2 എന്ന് പറയുന്നത് ഇതും h1 എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അവർ h1 ആൻഡ് ദിസ് ഈസ് അവർ h2. ഓക്കെ, സോ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. y ബാർ മൈനസ് y2. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കേണ്ട, നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്ത് മോഡുലസ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, മോഡ് വാല്യൂ എടുത്താൽ മതി. ഫൈൻ. ദെൻ നമുക്ക് നേരെ ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇക്വേഷൻ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഫൈനൽ ആൻസർ ഞാനിവിടെ ഈ ഒരു ക്വസ്റ്റനിൽ 10⁶ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന വാല്യൂ വളരെ വലുതാണ്. സോ 4.92 ഇൻറ്റു 10⁶. സോ ഇത് നേരെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. സോ നമുക്ക് നമ്മുടെ ആൻസർ തീർന്നില്ല. നമുക്ക് ഇനി അബൌട്ട് y ആക്സിസ് കാണാനുണ്ട്. സോ നേരെ അതിന്റെ സൊല്യൂഷനായിട്ട് പോവാണ്. സോ IG1y db³/12 ഇക്വേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ബിക്കോസ് റെക്ടാങ്കിളിന്റെ അബൌട്ട് സെൻട്രോയിഡൽ y ആക്സിസ് നമുക്ക് db³/12 ആണ് വരുന്നത്. ദെൻ ഇവിടെയും ചെറിയൊരു ഇതുണ്ട്. ഇത് ആക്ച്വലി IG2y ആയിരുന്നു. സോ ഇത് db³/12. സോ ഇതും കാണാം. ദെൻ ഓക്കെ, ഫൈൻ. ഇവിടെയും ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് ടൈപ്പ്. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. ഓക്കെ, മാറിപ്പോയിട്ടില്ല. ഫൈൻ. സോ ഇതിനകത്ത് ഒരു ഓക്കെ, ഇതൊരു സിമെട്രിക് ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ വരും. വേറൊന്നുമല്ല, നമ്മളുടെ എക്സ് ബാർ 0 ആണ്. സോ എക്സ് ബാർ 0 ആണെന്നുണ്ടെങ്കിൽ x1ഉം x2 എല്ലാം 0 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പറഞ്ഞ അബൌട്ട് സെൻട്രോയിഡൽ y ആക്സിസ് കാണുമ്പോൾ എക്സ് ബാർ മൈനസ് x1, എക്സ് ബാർ മൈനസ് x2 അങ്ങനെ പോവാം. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ h1ഉം h2ഉം 0 ആണ്. ബിക്കോസ് എക്സ് ബാർ തന്നെ 0 ആണ്. അപ്പോൾ എക്സ് ബാർ മൈനസ് x1 0 ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ x1ഉം 0 ആണ്, h1ഉം 0 ആണ്, h2ഉം 0 ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ വളരെ കുറഞ്ഞു കിട്ടും. നമുക്ക് ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അബൌട്ട് IG11y IG2y ആഡ് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആവും. സോ ഓക്കെ, ഇതെന്ന് പറയുന്നത് IG ആണ്, മാറിപ്പോയതാണ്. ഓക്കെ, ഫൈൻ. സോ നേരെ ചെയ്താൽ മതി. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ, ഈ രണ്ട് ആൻസർ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ബിക്കോസ് അതിന്റെ അഡീഷൻ വരുന്ന ടേം 0 ആയിപ്പോയി. h1 h2 0 ആയിപ്പോയി. 0 ആയിപ്പോയത് മനസ്സിലായല്ലോ, വേറെ നല്ല സിമെട്രിക് ടു y ആക്സിസ് ആണ്. സോ എക്സ് ബാർ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേം h1 എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് x1 ആയിരിക്കും. ഇത് ടോട്ടലി 0 ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ അതിനകത്ത് ഡൗട്ട് ഒന്നും വേണ്ട. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 9.2 ഇൻറ്റു 10⁵ m⁴ ആണ്. സോ ഇത് രണ്ട് കമ്പാരിറ്റീവ്ലി സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 സിമ്പിൾ ഫിഗർ വരുന്ന ഒരു കോമ്പോസിറ്റ് ഏരിയ ഒക്കെ ആയിരിക്കും തരിക, യൂണിവേഴ്സിറ്റി എക്സാമിന് തരിക. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇനി സബ്ട്രാക്ട് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് അപ്പോൾ ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ ആൻസർ ആണ് കിട്ടുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യുക. ഇത് ബെഞ്ചമിന്റെ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ആൻസർ അതിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ പുതിയ 2-3 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്.